വെടിവഴിപാട് അഥവാ വെടിതീർന്ന വെറും വഴിപാട്. ബീപ് ശബ്ദങ്ങളിലെ ഘോഷയാത്രയും വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചുള്ള വാചക കസരത്തുകളും സദാചാരവാദികൾക്ക് മാത്രമല്ല, അല്പസ്വല്പം ദുഷിച്ചാചാരങ്ങളെ മുറുകെ പിടിച്ചു നടക്കുന്നവർക്ക് പോലും അംഗീകരിക്കാനാകാത്ത കഥാഗതിയും ചേർന്ന് പ്രേക്ഷകരെ കൊണ്ട് ഇതെന്താ ഇങ്ങനെയൊരു സിനിമ എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് വെടിവഴിപാട്. മലയാള സിനിമയിൽ മാറ്റത്തിന്റെ തിരികൊളുത്തിയ കോക്ടെയിൽ, ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ സിനിമകളിൽ സംവിധാനം ചെയ്ത, പ്രേക്ഷകന്റെ പൾസ് അളന്നുകുറിച്ച് മനസ്സിലാക്കിയെടുത്ത അരുൺകുമാർ അരവിന്ദ് എന്ന പ്രതിഭയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നറിയുമ്പോൾ ഏതൊരു പ്രേക്ഷകന്റെയും നെഞ്ചൊന്നു പിടയും. ഇന്ദ്രജിത്ത്, മുരളി ഗോപി തുടങ്ങിയ പ്രതിഭകളെ തന്നിട്ട് അരുൺകുമാർ അരവിന്ദ് എന്ന പ്രഗത്ഭനായ സംവിധായകൻ നിർമ്മാതാവിന്റെ വേഷമണിഞ്ഞ് കാശ് മുടക്കിയിട്ടും എവിടെയാ ശംഭു പുരുഷോത്തമ നിങ്ങൾക്ക് പിഴച്ചത്? കഥ: രാഹുലും അയാളുടെ ഭാര്യ രാധികയും, സഞ്ജയും അയാളുടെ ഭാര്യ രശ്മിയും, പ്രദീപും അയാളുടെ ഭാര്യ വിദ്യയും, പിന്നെ ഫ്രഞ്ച് ടീച്ചർ ജോസഫും കൂടിച്ചേർന്ന ഒരു ടീമിനെ ചുറ്റിപ്പറ്റിയാണ് കഥ തുടങ്ങുന്നതും വളരുന്നതും ഒടുങ്ങുന്നതും എല്ലാം. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഭാര്യമാർ പോകുമ്പോൾ മദ്യം, പെണ്ണ് തുടങ്ങിയവയിൽ നീരാടാൻ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ രാഹുലും സഞ്ജയും പ്രദീപും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന പുകലുകളാണ് വെടിവഴിപാട് എന്ന സിനിമയുടെ മർമ്മം. ഇന്ദ്രജിത്ത്, മുരളി ഗോപി, സൈജു കുറുപ്പ്, ശ്രീജിത്ത് രവി തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ചിത്രത്തിന്റെ ഏക പ്ലസ് പോയിന്റ്. വളരെ സ്വാഭാവികമായ രീതിയിലുള്ള ഇവരുടെ അഭിനയം ചിത്രത്തിന്റെ പല ആവറേജ് രംഗങ്ങളെയും രക്ഷിച്ചു എന്നു തന്നെ പറയാം. മൈഥിലി, അനുമോൾ, അനുശ്രീ, അഞ്ജന തുടങ്ങിയ നടികളും അവരുടെ ഭാഗം തരക്കേടില്ലാത്ത രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഷഹദ് ജലാലിന്റെ സിനിമാറ്റോഗ്രഫിക്ക് അത്ഭുതങ്ങൾ കാട്ടാനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും ആളും മോശമാക്കിയില്ല. BGM സ്പെഷ്യലിസ്റ്റ് ബിജിപാൽ തന്റെ ഭാഗം അധികം കേടുപാടുകൾ കൂടാതെ ചെയ്തു തീർത്തിട്ടുമുണ്ട്. ഇതിലും കൂടുതൽ ബലം എത്ര തപ്പി നോക്കിയിട്ടും കാണാനില്ല. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.